ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. വിശാഖഷഷ്ഠി മന്ത്രം 57. അർക്കേന്ദു താരഗണം ആഗേഡ സഞ്ചയവും ആക്കേകി വാഹന ഭവാൻ ദിക്കേ ദിഗന്ധരം അതൊക്കെയതും സ്വസന ഭൂക്കേവമുള്ള ഗണവും ഒക്കെ ഭവാൻ കപികൾ അക്കേ സരീകരികൾ അഗ്ഗേ ചരങ്ങളുമഹോ തൽക്കേവല പളനി ദിക്കേകനാഥ ഇവയൊക്കെ ഭവാൻ ആയി ദൃഢം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശുഭദിനം, സുപ്രഭാതം. ഏവർക്കും വിനീതമായ നമസ്കാരം. വിശാഖഷഷ്ഠി മന്ത്രം 57 വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. മയിലിനെ വാഹനമാക്കിയിരിക്കുന്ന ഭവാൻ തന്നെയാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്ര സമൂഹവും ഗ്രഹസമൂഹവും ഒക്കെയായി തീർന്നിരിക്കുന്നത്. ദിക്കുകളും ദിഗന്ധരങ്ങൾ തുടങ്ങിയ സകലതും ഉരകവർഗവും ഒക്കെ നീ തന്നെ. ആ കേവലമായ പളനിയാകുന്ന പ്രദേശത്തിന്റെ ഏകനാഥനായ ഭഗവാനെ, വാനരന്മാരായിരിക്കുന്നതും സിംഹങ്ങളായിരിക്കുന്നതും ആനകളായിരിക്കുന്നതും പക്ഷികളായിരിക്കുന്നതും ഒക്കെ നീ തന്നെയാണെന്നുള്ള കാര്യം തീർച്ച. എന്തൊരാശ്ചര്യം! ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ.